അഗ്നിസാക്ഷി ഭാഗം 14. ഇന്ന് ഇന്ന് നല്ലൊരു ദിവസമല്ലേ, അമ്പലത്തിൽ പോയതാ. അതും പറഞ്ഞ് അവൾ ചന്ദനമെടുത്ത് അവൻ നെറ്റിയിൽ തൊട്ടു കൊടുത്തു. അവൻ തടയാത്തതിൽ അവൾക്ക് അത്ഭുതം തോന്നി. അപ്പോഴേക്കും ഹോണടിച്ചുകൊണ്ട് ജീപ്പ് മുറ്റത്ത് വന്നിരുന്നു. വണ്ടി നിർത്തി ജിതിൻ ഇരുവരെയും നോക്കി ചിരിച്ചു. ഈ കാശിനാഥ, എന്താ റെഡിയല്ലേ? ആ അമ്മയെ, ഞാൻ ഇറങ്ങുകയാ, അവൻ അകത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് വന്നു. അവൻ എല്ലാവരുടെയും കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങി. നന്നായി വരും മോനെ, അവർ അവൻ്റെ ശിരസിൽ കൈവച്ച് പറഞ്ഞു. അവനൊന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ പാർവതി അവൻ്റെ അരികിലേക്ക് ചെന്നു. ഓൾ ദി ബെസ്റ്റ് കനേട്ട, പാർവതി കൈ നീട്ടി. അവൻ അവളെ ഒന്ന് നോക്കി, പിന്നെ കൈ പിടിച്ചു. താങ്ക് യു, ഗൗരവത്തോടെ അവൻ പറഞ്ഞു. പിന്നെ ചെന്ന് വണ്ടിയിൽ കയറി എല്ലാവരെയും നോക്കി തലയാട്ടിയ ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി അകന്നു പോകുന്നത് നോക്കി എല്ലാവരും അവിടെ നിന്നു. പിന്നെ തിരിഞ്ഞകത്തേക്ക് നടന്നു. പാർവതി മാത്രം അവിടെ തന്നെ നിന്നു. ജീപ്പിലിരിക്കുമ്പോൾ കാശിനാഥൻ്റെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി കണ്ട് ജിതിന് കൗതുകം തോന്നി. എന്തു പറ്റി ചേച്ചി, ഇന്ന് വല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു, എന്താ കാര്യം? ഞാൻ കൂടെ അറിയട്ടെ, ജിതിൻ ആകാംക്ഷയോട് ചോദിച്ചു. ഏയ് അങ്ങനെയൊന്നുമില്ല, നിനക്ക് വെറുതെ തോന്നിയതാക്കും, അവൻ പരുങ്ങലോട് പറഞ്ഞു. തോന്നലൊന്നുമല്ല, എന്നും കാണുന്നത് പോലെയല്ല, ഇന്ന് എൻ്റെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചുണ്ട്. അത് പ്രമോഷനോടെ നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയതല്ലേ, എത്ര ആശത്തത ഇങ്ങനൊരു ദിവസം, അതുള്ള സന്തോഷം, വേറെ ഒന്നുമല്ല. നീ വിട്ടാതെ വണ്ടി ഓടിക്കും, അവൻ പറഞ്ഞു. ജിതനൊന്ന് പുഞ്ചിരിച്ചു. എനിക്കറിയാം കാശി, നിൻ്റെ മനസ്സ്. ശ്രീപാർവതി തിരിച്ചു കിട്ടിയതോടെയാണ് നിൻ്റെ മുഖത്ത് ആ പഴയ സന്തോഷവും തെളിച്ചവും ഒക്കെ തിരിച്ചു വന്നത്. ഇനി എന്നും ആ തിരിച്ച് നിൻ്റെ മുഖത്തുണ്ടാവണം, അതിനൊരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, ജിതൻ മനസ്സിൽ പറഞ്ഞു. ശ്രീപാർവതി അടുക്കളയിലേക്ക് വരുമ്പോൾ പാത്രം കഴുകുകയായിരുന്നു വീണ. പാർവതി അവളെ സൂക്ഷിച്ചു നോക്കി. കാശിനാഥൻ്റെ കാര്യത്തിൽ ഒരു ഭാര്യ എന്ന തരത്തിലുള്ള ഒരു അധികാരമോ ഇഷ്ടമോ അവളെ കാണാനില്ല. രാവിലെ തന്നെ അവളെ അമ്പലത്തിലേക്ക് വിളിച്ചിട്ട് വന്നത് കൂടിയില്ല. മാത്രമല്ല, കാശിനാഥൻ പോകുമ്പോൾ പോലും ഒരു അപരിചിതയെ പോലെയാണ് അവൾ നിന്നത്. തന്നെ വിവാഹം കഴിച്ചു വന്നതിലുള്ള ദേഷ്യം ഉണ്ടെങ്കിൽ അതവളുടെ പെരുമാറ്റത്തിൽ കാണേണ്ടതല്ലേ. എന്നാൽ അവൾക്ക് അതിലൊന്നും ഒരു പരാതിയുള്ളതായി തോന്നിയിട്ടില്ല. എന്താണ് അവർക്കിടയിലെ ബന്ധം? അവൾ അവളോട് തന്നെ ചോദിച്ചു. പാത്രങ്ങളെല്ലാം കഴുകിയ ശേഷം തിരിഞ്ഞു നോക്കിയ വീണ തന്നെ ഉറ്റുനോക്കുന്ന പാർവതി കണ്ട് അമ്പരത്ത്. എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല, വീണ ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഉണ്ണിക്കുട്ടൻ്റെ ബസ് ഇപ്പോൾ വരും, അവനെ പറഞ്ഞിട്ട് കഴിക്കാം. പാർവതി കഴിച്ചോളൂ, എല്ലാം ടേബിളിൽ തന്നെ ഉണ്ട്. അമ്മയൊക്കെ കഴിച്ചു. ഓ, വീണ ഉണ്ണിക്കുട്ടനെ യാത്രയ്ക്ക് വരും, നമുക്ക് ഒരുമിച്ച് കഴിക്കാം, അവൾ പറഞ്ഞ് പുറത്തേക്ക് നടന്നു. ഉണ്ണിക്കുട്ടനെ യാത്രയാക്കിയ ശേഷം ഇരുവരും ഭക്ഷണം കഴിക്കാനിരുന്നു. പാർവതി വീണയെ തന്നെ നോക്കി. വീണയ്ക്ക് കൂടി വരാമായിരുന്നു ഞങ്ങളുടെ കൂടെ അമ്പലത്തിൽ. കണ്ണേട്ടൻ ഇന്ന് പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്യുന്നതല്ലേ, അവൾ വീണയുടെ മുഖത്ത് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. അവളൊന്ന് പകച്ചു. ഏയ് അതിനൊന്നും ആവശ്യമില്ല, നിങ്ങൾ രണ്ടാളും പോയില്ലേ, അത് മതി. പിന്നെ ദൈവത്തിലൊക്കെയുള്ള എൻ്റെ വിശ്വാസമൊക്കെ പണ്ടേ പോയതാണ്. വീണയ്ക്ക് ഞങ്ങളോട് വിരോധമുണ്ടോ? വിരോധമോ? എന്തിന്? സന്തോഷത്തോടെയുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നതിന്, കണ്ണേട്ടനെ കൊണ്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടിച്ചതിന്. വീണൊന്ന് നിശ്ചയിച്ചു. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ, ഇനി വിരോധം വെച്ചിട്ട് എന്ത് കാര്യം? കണ്ണേട്ടനെ എനിക്ക് നന്നായി അറിയാം, ആ മനസ്സ്, അതിലെ നന്മ എത്രത്തോളം എടുത്ത് എനിക്ക് നന്നായി അറിയാം. നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും കാശിയേട്ടൻ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കാശിയേട്ടന് എത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നു ശ്രീപാർവതി എന്ന് എനിക്ക് നന്നായി അറിയാം. സത്യത്തിൽ നീയല്ലല്ലോ, ഞാനല്ലേ നിങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നത്. ഒന്നും മനഃപൂർവ്വമല്ല, അങ്ങനെ സംഭവിച്ചു പോയി. മാപ്പ് പറയാനല്ലാതെ എനിക്കൊന്നിനും കഴിയില്ല, എന്നോട് ക്ഷമിക്കണം. അതും പറഞ്ഞ് വീണ എഴുന്നേറ്റ് പോയി. പാർവതി ഒന്നും മനസ്സിലായടെ അവിടെ തന്നെ ഇരുന്നു. വളരെ സന്തോഷത്തോടെയാണ് കാശിനാഥൻ വീട്ടിലേക്ക് വന്നത്. എല്ലാവർക്കുള്ള സ്വീറ്റ്സും കൊണ്ടാണ് അവൻ വന്നത്. ഇതാ മോനെ, എല്ലാവർക്കും കൊടുക്ക്, അച്ഛൻ പോയി കുളിച്ചിട്ട് വരാം. സ്വീറ്റ്സ് ഉണ്ണിക്കുട്ടനെ ഏൽപ്പിച്ച് കാശിനാഥൻ കുളിക്കാനായി പോയി. ഉണ്ണിക്കുട്ടൻ സ്വീറ്റ്സ് എല്ലാവർക്കും കൊടുത്തു. വരാന്തയിലിരുന്ന് എല്ലാവരും വർത്തമാനം പറഞ്ഞുകൊണ്ട് സ്വീറ്റ്സ് കഴിക്കവേ കളി കഴിഞ്ഞ്
കുളി കഴിഞ്ഞ് കാശിയും അവിടേക്ക് വന്നു. അവനും അവരോടൊപ്പം അവിടെ ഇരുന്നു. അപ്പോഴാണ് മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നത്. എല്ലാവരും ആകാംക്ഷയോടെ കാറിലേക്ക് നോക്കി. ഡോർ തുറന്ന് സന്തോഷത്തോടെ സഹദേവനും അഡ്വക്കേറ്റും ഇറങ്ങി. അവരെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റു. കാശിനാഥിന് ഇവിടുത്തെ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ആയല്ലേ? അഡ്വക്കേറ്റ് ചോദിച്ചു. അതെ. വക്കീലിരിക്കെ അവൻ പറഞ്ഞു. ഇരിക്കാനൊന്നും നേരമില്ല. ഒരു സന്തോഷ വാർത്തയുണ്ട്. നേരിൽ കണ്ട് പറയാമെന്ന് കരുതി വന്നതാണ്. എല്ലാവരും ആകാംക്ഷയുടെ അയാളെ നോക്കി. കേസിൻ്റെ വിധി വന്നു. കാശിനാഥൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം കാശിനാഥനെ തിരികെ നൽകാൻ കോടതി വിധിയായി. വക്കീൽ പറഞ്ഞത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ പരസ്പരം നോക്കി. കാശിനാഥനും സന്തോഷമായി. പക്ഷേ പെട്ടെന്ന് എന്തോർത്തതും അവൻ്റെ മുഖത്ത് ചിരിമാഞ്ഞു. ഭീതിയോടെ അവൻ വീണയെ നോക്കി. അവളും അല്പം ഭീതിയോടെ അവനെ നോക്കി. തുടരും.